ഗോപാലകൃഷ്ണൻ 93 ശേഷം നിങ്ങൾ ഡൽഹിയിലേക്ക് വരികയാണ്. ഇന്ത്യ മുന്നണി എന്ന സംവിധാനത്തെ തകർക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം എന്നതുകൂടിയായി ഡൽഹി വായിക്കപ്പെടുന്നുണ്ടോ? ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയെടുത്ത ഒരു സംവിധാനം എന്ന നിലയ്ക്ക് എത്ര ആവർത്തിച്ച് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതേയുള്ളൂ. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു തരത്തിലും ക്ഷമിക്കാൻ കഴിയാത്തൊരു സാഹചര്യം മുന്നണികൾക്കിടയിൽ രൂപപ്പെട്ടു വരുമോ? ഞാൻ തീർച്ചയായിട്ടും അതിന് മറുപടി പറയാം. അതിനു മുമ്പ് 2-3 കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ചോട്ടെ. അതിലൊന്നാമത്, ഈ ആപ്പിൽ അഴിമതിയുടെ ആപ്പടിച്ചത് അരവിന്ദ് കെജ്രിവാളാണ്. അതുകൊണ്ടാണ് ഡൽഹിയിലെ ജനങ്ങൾ വിജയിച്ചത്. ഒരു ജനാധിപത്യത്തിൽ ജനങ്ങൾ ജയിക്കുന്നത് എപ്പോഴാണ്? ജനങ്ങളെ ചതിച്ചവരെ, ജനങ്ങളെ വഞ്ചിച്ചവരെ, ജനവിരുദ്ധ നയങ്ങളും നടപടികളും കൊണ്ടുവരുന്നവരെ പരാജയപ്പെടുത്തുമ്പോഴാണ്. ആം ആദ്മി പാർട്ടിയുടെ സുഹൃത്ത് സാജു കണ്ണന്തറ പറഞ്ഞത് ശരിയാണ്. ഡൽഹിയിലെ ജനങ്ങൾ ജയിച്ചു. ജനവിരുദ്ധ നയങ്ങളും ജനവിരുദ്ധ നടപടികളും സ്വീകരിച്ച, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഴിമതി നടപ്പാക്കാൻ ശ്രമിച്ച കെജ്രിവാൾ അടക്കമുള്ള ആളുകളെ അവർ തോൽപ്പിച്ചു. വളരെ കൃത്യമാണ് കാര്യം. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം. നേരത്തെ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ചൂണ്ടിക്കാണിച്ചപ്പോൾ മാധു പറഞ്ഞു, പൊതുവേ ചർച്ച എങ്ങനെയാണ് കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്നതുകൊണ്ടാണ് BJP ജയിച്ചത്. വാസ്തവത്തിൽ അത് തെറ്റല്ലേ ആ കാഴ്ചപ്പാട്? കാരണം കോൺഗ്രസും ആപ്പും എല്ലാം ഒരുമിച്ചായിരുന്നില്ലേ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവരെല്ലാവരും ഒരുമിച്ച് മത്സരിച്ചവരല്ലേ? എന്താണ് സംഭവിച്ചത്? 7 സീറ്റ് കിട്ടിയതും ആർക്കാണ്? ഭാരതീയ ജനതാ പാർട്ടിക്ക്. ഒരു സെക്കൻഡ് ഞാനൊന്ന് തീർത്ത് കഴിഞ്ഞിട്ട് മാധു പറഞ്ഞോളൂ. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ UP തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മത്സരിച്ചില്ലേ? ഇപ്രാവശ്യമല്ല, കഴിഞ്ഞ പ്രാവശ്യം. എന്ത് സംഭവിച്ചു? BJP വീണ്ടും അധികാരത്തിൽ വന്നില്ലേ? ഇനി ഞാനൊരു ചെറിയ കണക്ക് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാം. അത് കഴിഞ്ഞ് നിങ്ങൾ ചോദിച്ചതിനൊക്കെ ഞാൻ ഉത്തരം പറയുകയും ചെയ്യാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് 4.26% വോട്ടാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അതിനു മുമ്പ് 2013 വോട്ട് എന്ന് പറയുന്നത് 31 സീറ്റ് BJPക്ക് കിട്ടിയാലും ഏതാണ്ട് 28% വോട്ടുണ്ടായിരുന്നതായിരുന്നു കോൺഗ്രസ്സിന്. ആ കോൺഗ്രസ് പുറമെ നിന്ന് ആപ്പിനെ അധികാരത്തിലെത്തിച്ച് തിരിച്ചു വരുമ്പോൾ ഉള്ള സ്ഥിതിയാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ 4.26 ഉണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ വോട്ട്, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ വോട്ട് ഇക്കുറി 6.38% വർദ്ധിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ അതേ സമയത്ത് ആപ്പിന് കഴിഞ്ഞ പ്രാവശ്യം 53.57% ഉണ്ടായിരുന്ന വോട്ട് ഇക്കുറി 43.62% കുറഞ്ഞു. അവിടെ 9.95% വോട്ടിൽ ഒരു 7% അല്ലെങ്കിൽ 6% BJPക്ക് കിട്ടുകയും ബാക്കി കോൺഗ്രസ്സിന് കിട്ടുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് കൊണ്ടല്ല BJP ജയിച്ചത്, കോൺഗ്രസ് നിന്നതുകൊണ്ടുമല്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയുടെ വിശകലനത്തിൽ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണെങ്കിൽ കോൺഗ്രസ്സിന് സ്വബോധം തിരിച്ചു കിട്ടിയെന്നുള്ളതാണ്. വെറുതെ നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ വേണ്ടി മോദി വിരുദ്ധത പറഞ്ഞ് BJP വിരുദ്ധത പറഞ്ഞ് ഈ ആപ്പിൻ്റെ കൂടെ കൂടി 28%, 15 വർഷം ഇന്ദ്രപ്രസ്ഥം ഭരിച്ച് 10-28% വോട്ടുണ്ടായിരുന്ന കോൺഗ്രസ് അവസാനം ഒന്നുമല്ലാതെ നാമാവിശേഷമായി എവിടെ? ഡൽഹിയിൽ. അതുതന്നെയാണ് പഞ്ചാബിലും സംഭവിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഒരു സ്ട്രാറ്റജിക് ആയിട്ട് കോൺഗ്രസ്, ഞാൻ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു, കോൺഗ്രസിൻ്റെ ഈ സമീപനം കോൺഗ്രസ്സിന് ഗുണം ചെയ്യുകയാണ് ഉണ്ടായത്. ഒന്നുമില്ല, അടിത്തട്ടിൽ കോൺഗ്രസ്സിന് ഏതാണ്ട് ഒരു 6%, 7% വോട്ടുണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് കോൺഗ്രസ് മത്സരിച്ചതുകൊണ്ടാണ് BJP ജയിച്ചത് എന്ന് പറയരുത്. കോൺഗ്രസ് മത്സരിച്ചാലും ആപ്പും കോൺഗ്രസും ഒരുമിച്ച് നിന്നാലും ഭാരതീയ ജനതാ പാർട്ടി ഡൽഹിയിൽ ജയിക്കും ഇന്നത്തെ അവസ്ഥയിൽ. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, അഴിമതി എന്ന് പറയുന്ന ഒരു പ്രതലത്തെ ഇന്ത്യൻ ജനത ഇഷ്ടപ്പെടുന്നില്ല. അഴിമതി കൊണ്ടാണ് മൻമോഹൻ സിംഗിൻ്റെ ഭരണകൂടത്തിനെ ജനങ്ങൾ തൂത്തെറിഞ്ഞത്. അഴിമതി കൊണ്ടാണ്
ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും വെളിയിൽ പോയത് അഴിമതി എന്ന് പറയുന്നത് അംഗീകരിക്കാൻ ഇന്ദ്രപ്രസ്ഥത്തിലെ ആളുകൾക്ക് കഴിയില്ലെന്ന് മാത്രമല്ല, മധ്യവർഗത്തെ ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ട് മുന്നോട്ടുള്ള ഒരു പ്രയാണം. ഈ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് ഒരു യൂസ്ലെസ് സഖ്യമാണ്. ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഒരു അധമത്വം കൊടുക്കുന്ന ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ഒരു സഖ്യമാണ് എന്ന് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഈ 300 വോട്ട് ഒരു മണ്ഡലത്തിലെ ആയിരക്കണക്കിന് വോട്ട് ഉള്ള ഒരു മണ്ഡലത്തിൽ 300 വോട്ട് 200 വോട്ടൊക്കെയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ സഖ്യകക്ഷികളായ ഇടതുപക്ഷത്തിന് കിട്ടിയത്. അപ്പോൾ കോൺഗ്രസ് ഈ ഇന്ത്യ സഖ്യമുണ്ടാക്കി ഇന്ത്യ സഖ്യത്തിനെ നയിക്കാൻ കോൺഗ്രസ്സിന് ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് ഒരു കാര്യം മനസ്സിലാക്കണം, അവരുടെ വേരുകൾ ഇല്ലാതായി മാറുന്നു. രണ്ടാമത്തെ ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു സെക്കൻഡിൽ ഞാൻ അവസാനിപ്പിക്കാം. ഇന്ത്യ സഖ്യം ഇന്ത്യയിൽ അപ്രസക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അതിന് നിലനിൽക്കാൻ കഴിയില്ല. അത് ജനങ്ങളുടെ മുമ്പിൽ ഒരു അപഹാസ്യ സഖ്യമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന് ഭാവിയില്ല എന്ന് വളരെ വ്യക്തമാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതായത് ഈ കേരളത്തിലെ കോൺഗ്രസും ഈ കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകരും കൂടി ഊതിവീർപ്പിച്ച ബലൂണാണ്. CPM-ഉം കോൺഗ്രസും കൂടി ഊതിവീർപ്പിച്ച, LDF-ഉം UDF-ഉം കൂടി ഊതിവീർപ്പിച്ച ഒരു ബലൂണാണ് ഇന്ത്യയിലെ ഇന്ത്യ സഖ്യം. അതിനൊരു പ്രസക്തിയുമില്ല എന്ന് നോട്ടയ്ക്ക് പിന്നിൽ പോയ CPM-ൻ്റെയും ഒരു സീറ്റ് പോലും കിട്ടാതെ തകർന്ന കോൺഗ്രസിൻ്റെയും അവസ്ഥ സംയോജിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒപ്പം